ലിവർപൂളിൽ അവസരങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് ഇറ്റാലിയൻ സൂപ്പർ വിംഗർ ഫെഡറിക്കോ കിയേസ തന്റെ തട്ടകമായ ടൂറിനിലേക്ക് ആൻഫീൽഡിൽ പ്രതീക്ഷിച്ച വേഗത്തിൽ പന്ത് തട്ടാൻ കഴിയാതെ പോയ ഈ ഇറ്റാലിയൻ കരുത്തൻ തന്റെ ഫുട്ബോൾ കരിയർ വീണ്ടെടുക്കാനുള്ള അവസാന ശ്രമമെന്ന നിലയിലാണ് യുവന്റസിലേക്കുള്ള തിരിച്ചുവരവ് ലക്ഷ്യമിടുന്നത്. ലോകകപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ പകരക്കാരന്റെ ബെഞ്ചിലിരുന്ന് സമയം കളയാൻ താൻ തയ്യാറല്ലെന്ന കൃത്യമായ സൂചനയാണ് ഈ നീക്കത്തിലൂടെ കിയേസ നൽകിക്കൊണ്ടിരിക്കുന്നത്. പണത്തേക്കാൾ കൂടുതൽ തന്റെ കരിയറിനും കളിസമയത്തിനും വില കൽപ്പിക്കുന്ന കിയേസ ഇറ്റലിയിലേക്ക് മടങ്ങുന്നതിനായി നിലവിൽ ലഭിക്കുന്ന 6 മില്യൺ യൂറോ എന്ന വമ്പൻ പ്രതിഫലം വെട്ടിക്കുറക്കാൻ പോലും സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ആഡംബരങ്ങളെക്കാൾ പ്രധാനം തനിക്ക് പ്രിയപ്പെട്ട മൈതാനമാണെന്ന് തെളിയിക്കുന്ന ഈ തീരുമാനം ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. യുവന്റസിലെ പഴയ സഹതാരങ്ങളുമായി അദ്ദേഹം നിരന്തരം സമ്പർക്കം പുലർത്തുന്നു എന്ന വാർത്തകൾ ഈ വമ്പൻ കൂടുമാറ്റത്തിന്റെ സാധ്യതകൾക്ക് ആക്കം കൂട്ടുന്നുമുണ്ട്. സീസണിൽ വെറും 529 മിനിറ്റ് മാത്രം മൈതാനത്ത് ചിലവഴിക്കാൻ അവസരം ലഭിച്ച ഒരു താരത്തെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം അനിവാര്യമാണ്. 2 ഗോളുകളും 3 അസിസ്റ്റുകളും നേടി തന്റെ പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ പ്രകടിപ്പിച്ചെങ്കിലും ലിവർപൂളിന്റെ ശൈലിയുമായി പൂർണ്ണമായും ഒത്തുപോകാൻ അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. തന്റെ സുവർണകാലം ചിലവഴിച്ച ടൂറിനിലെ പുൽമൈതാനങ്ങളിൽ വീണ്ടും ആ പഴയ കിയേസയായി അവതരിക്കാനാണ് അദ്ദേഹം ഇപ്പോൾ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ താരത്തെ വിട്ടുകൊടുക്കാൻ ലിവർപൂൾ തയ്യാറാണെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ ഇരു ക്ലബ്ബുകളും തമ്മിലുള്ള വടംവലി തുടരുകയാണ്. 12 മില്യൺ യൂറോ എന്ന ലിവർപൂളിന്റെ ആവശ്യത്തിന് മുന്നിൽ ഒരു ലോൺ കരാറിലൂടെ താരത്തെ എത്തിക്കാനാണ് യുവന്റസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചർച്ചകൾ ഏത് ദിശയിലേക്ക് നീങ്ങിയാലും ഇറ്റാലിയൻ ഫുട്ബോളിന്റെ ഈ പോരാളി തന്റെ പ്രിയപ്പെട്ട സിംഹാസനം തിരിച്ചുപിടിക്കാൻ ഇറ്റലിയിലേക്ക് മടങ്ങുമെന്ന കാര്യത്തിൽ തർക്കമില്ല.